ഇന്ന് അടുക്കളയ്ക്ക് വലിയ അനക്കമൊന്നുമില്ല. നോമ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. രാവിലെ കുളിയിൽ തന്നെ ഈ മോതാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് വാപ്പിച്ച് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് അസോർട്ട് ചെയ്ത് വെച്ചേക്കാവുന്ന. അങ്ങനെ ആ ഫ്രൂട്ട്സും കാര്യങ്ങളും കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ബാക്കിയെടുത്ത് ഞാൻ ടേബിളിൽ വെച്ചില്ല കേട്ടോ. ആവശ്യത്തിന് കുറച്ചെടുത്ത് ടേബിളിൽ വെച്ചു, ബാക്കിയെടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കി നിന്ന്. കാരണം ഇന്ന് അത്യാവശ്യം നല്ല ബോറടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാനൊന്ന് കിടന്നിട്ടൊക്കെ എണീറ്റ് വന്ന് കുറച്ച് ഫ്രൂട്ട് സലാഡും കാര്യങ്ങളും ജ്യൂസും ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ പൊരി അധികം ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. പൊരിയുടെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പൊരി അത്യാവശ്യം വേണമെന്നില്ല. ഫ്രൂട്ട്സും കുറച്ച് ജ്യൂസും ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് മാത്രം പൊരി വന്നു. എന്താ ഇതിന് വേറെയൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ ഇതിക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ അവനക്ക് പൊരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പൊരിയൊക്കെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊരിയെ വാങ്ങിച്ചുള്ളൂ, കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞതും ഫ്രൂട്ട് സലാഡും ഒക്കെ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി വെച്ചപ്പോൾ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനോട് കഥ പറയുന്നുണ്ട് കേട്ടോ. ഇതിന് വന്ന് എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു കുറേ നേരമായിട്ട്. എൻ്റെ കുട്ടിക്കാലത്തിലെ നോമ്പിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷബാന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പന്തളം NS സ്കൂളിലാണ് പഠിച്ചത്. ഈ നോമ്പ് സമയത്ത് ഉച്ചയാകുമ്പോൾ ഞാനും അവളൂടെ ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു എന്താ പറയുക ഏണിയും പാമ്പ് ഉണ്ടായിരുന്നു. അതിനകത്തിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ഇതെന്താ ചാക്കേട്ടെന്നല്ലേ, അമ്മച്ചിയുടെ ആങ്ങളെയാണെങ്കിൽ നമ്മൾ ഈ നോമ്പിൻ്റെ തുടക്കമാകുമ്പം നമുക്കെല്ലാവർക്കും കൊണ്ടുവന്ന് ഇതുപോലത്തെ റമദാൻ്റെ സാധനങ്ങൾ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്തൊന്ന് റെഡിയാക്കി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി വെച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ വന്ന് ഫ്രൂട്ട്സ് തികയില്ല എന്ന് കണ്ടിട്ട് വന്ന് വീണ്ടും ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുട്ടികൾ കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ അഥവാ തേങ്ങയില്ലെങ്കിൽ പിന്നെ അടിയാവും വഴക്കാവും, എന്തിനാണ് ആ ഒരു വിഷം പോകുന്നത്. അങ്ങനെ ഞാൻ കുറച്ചേറെ ഫ്രൂട്ട് സലാഡൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് അരിഞ്ഞു കേട്ടോ കുറേ അധികം. എൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന ഇടയ്ക്കിടയ്ക്ക് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാവം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, അവനാകെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടിയില്ല. പള്ളിയിലൊക്കെ പോയി വന്ന് കുഞ്ഞാവയായിട്ട് ഐറായും കളിയായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഓതാനെ നിസ്കരിക്കാനായിട്ട് പോയി.